പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥനാ നിർഭരമായ സുപ്രഭാതം. ഇന്ന് ഡിസംബർ 16 തിങ്കളാഴ്ച. മക്കളെ, നമ്മൾ ഇന്ന് വായിക്കുന്നത് ചില സമയത്ത് നമുക്ക് ആരെല്ലാം ഉണ്ടായിട്ടും ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. ആരെല്ലാം ഉണ്ടായിട്ടും ഒരു പ്രയോജനവും ഇല്ല. തന്നെയല്ല, ചിലർക്ക് മനഃപൂർവ്വം നമ്മളെ ഒന്ന് കൊച്ചാക്കാനോ ഒറ്റപ്പെടുത്താനോ നിസ്സഹകരണത്തോടു കൂടി ഗ്രൂപ്പ് ചേർന്ന് മാറി മറ്റുള്ളവർ മാറിപ്പോകും. എന്നിട്ട് നമ്മുടെ കഷ്ടപ്പാടൊന്ന് കാണട്ടം ചെന്ന് അവർ പുറകെ നിന്നിട്ട് ചിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള അഭ്യാസങ്ങൾ എല്ലാ കുടുംബങ്ങളിലും, നാട്ടിലും, സമൂഹത്തിലും, സംഘടനയിലും ആ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഈശോയുടെ എന്താ വചനം, ദൈവവചനം എന്താ പറയണത്? 40 ഐശയ്യാ പുസ്തകം വായിക്കാം. ഐശയ്യായുടെ പുസ്തകം 41:28. അതുപോലെ തന്നെ സങ്കീർത്തനം 118, 8, 9. യെശയ്യാ 41:28. യെശയ്യാ 40:28. ഞാൻ നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ അവരുടെ ഇടയിൽ ഒരു ഉപദേശകനും ഇല്ലായിരുന്നു. നമ്മൾക്ക് നമ്മുടെ ബന്ധുക്കൾ, സ്വന്തപ്പെട്ട സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, സപ്പോർട്ടേഴ്സ് എല്ലാം ചിലപ്പോൾ നമുക്ക് സീറോ യൂസ് ആവും, നോ യൂസ്. അതുകൊണ്ട് തന്നെ ബൈബിൾ എന്താ പറയണത്? എല്ലാവരും ഉണ്ടായാലും നീ അത് ആരും ഇല്ലാത്ത പോലെ നിന്നെ പഠിപ്പിക്കണമെന്ന് പറയാം. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഇപ്പം ഇന്നത്തെ ദിവസം തന്നെ ചില സമയത്ത് സഹായിക്കാമെന്ന് പറഞ്ഞവർ നമ്മൾ സഹായിക്കത്തില്ല. നമ്മൾ പ്രതീക്ഷ വെച്ചവർ ചിലപ്പോൾ ഫോൺ എടുക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ പരീക്ഷ വെക്കുക, ഫോൺ എടുക്കുന്നില്ല. നമ്മൾ ചെല്ലുന്ന പാട്ടിൽ നമ്മൾ പോയ സ്ഥലത്ത് ആ സ്ഥാപനം അടച്ചിട്ടിരിക്കണം. എന്നിട്ട് നോ പറയുമ്പോൾ എപ്പോഴും ഓർക്കേണ്ടത്, ഈ സ്പേസ് എന്ന് പറയണത് നിരാശയുടെ സ്പേസ് അല്ല, അത് പ്രത്യാശയുടെ സ്പേസാണ്. എന്താ കാര്യം? നിൻ്റെ ദൈവത്തിൻ്റെ സ്പേസാണ്. അതുകൊണ്ട് എന്താ ദൈവം പറഞ്ഞിരിക്കണമെന്ന് അറിയാവോ? എന്താണ്? അതായത് 118 സങ്കീർത്തനം, ഇതിനോട് കണക്ട് ചെയ്യാവുന്ന വാക്കാണ്. സങ്കീർത്തനം 118, 8, 9. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ. അതാണ് സംഭവം. ഇങ്ങനെയുള്ള നിങ്ങളെ മനുഷ്യന്മാരിൽ തന്നെ ആശ്രയിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള നിരാശ വരും. എന്താണ്? ആദ്യമേ തന്നെ മനുഷ്യനെ വിട്ടുകൂട്ടണം. നമ്മൾ മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ. പ്രഭുക്കന്മാർ അട്ടിയക്കാരാകാം, അധികാരികളെന്ന ഉദ്ദേശം. അധികാരികളിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നതാണ് നല്ലത്. എന്ന് വെച്ചാല് നമ്മുടെ ജീവിതത്തിന്റെ എപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ വിഷയങ്ങള് നമ്മൾ ക്രോഡീകരിക്കുമ്പോൾ മുൻഗണന ദൈവത്തിന് കൊടുത്താൽ നമുക്കൊരു പ്രശ്നമില്ല. കാര്യം എന്താ? ദൈവത്തിൻ്റെ വാഗ്ദാനമുണ്ട്. ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. ആ വാഗ്ദാനങ്ങൾ നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് വാഗ്ദാനം നമ്മൾ പ്രാപിക്കണത്. കർത്താവേ, അങ്ങയുടെ വാഗ്ദാനം എവിടെയായാലും, ആരെല്ലാം വിട്ടാലും, ആരെല്ലാം കണ്ടില്ലെങ്കിലും, ഒരാശ്വാസം ലഭിച്ചില്ലെങ്കിലും, നിൻ്റെ സാന്നിധ്യം ഞാൻ വിശ്വാസത്തെ അനുഭവിക്കുകയും നിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസപ്പെട്ടുകൊണ്ട് അത് പ്രാപിക്കുകയും ചെയ്യാൻ അയാളുടെ മക്കളെ നീ ശക്തമായി അനുഗ്രഹിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായി നീക്കുവാൻ. മക്കളെ, ഇന്നത്തെ ആദികള്, ഇന്നത്തെ ഉത്കണ്ഠകള്, ഇന്നത്തെ ഭാരങ്ങള് എല്ലാം പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. അമ്മയുടെ മധ്യസ്ഥത്തിലെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. നിങ്ങൾ കടന്നു പോകുന്ന വഴികള്, ഇന്ന് ഇടപെടാൻ പോകുന്ന വ്യക്തികള്, സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ കർത്താവ് അങ്ങേക്ക് സമർപ്പിക്കുന്നു. കയറി ഇറങ്ങാൻ പോകുന്ന ഓഫീസുകൾ കർത്താവ് അങ്ങേക്ക് സമർപ്പിക്കുന്നു. തൊഴിലിടങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ, തൊഴിൽ നഷ്ടപ്പെടുമോ എന്ന് ഓർക്കുന്ന, ആശങ്കപ്പെടുന്ന സ്ഥലങ്ങളെ സമർപ്പിക്കുന്നു. ആരെങ്കിലും ഞങ്ങൾക്ക് എതിരെ നിൽക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് ഭയപ്പെടുന്ന വ്യക്തികളുണ്ടാകും, അവരെ സമർപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങൾ പോകുന്ന അടിയന്തരങ്ങൾ, കല്യാണം, അതുപോലെയുള്ള സൗഹൃദമായ സമ്മേളനങ്ങൾ, ബന്ധുക്കളുടെ സമ്മേളനങ്ങൾ, പലരും ഓരോ സമ്മേളനം കഴിയുമ്പോൾ ഭാരമായുള്ള മനസ്സോട് തിരിച്ചു വരുന്നത്, വഴക്കായിട്ട്, നീരസമായിട്ട്. അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവ്, അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം പോകുന്നു, സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, എല്ലാ സമയങ്ങളിലും കൃപാസന മാതാവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ഈശോ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, രോഗികളുണ്ട് ഈശോയെ, കടുത്ത രോഗങ്ങൾ വന്നിട്ട് മാറാതെ, ചെറിയ രോഗങ്ങളാണ്,
പക്ഷേ ജോലിക്ക് പോകാൻ പറ്റണില്ല, സമാധാനമായിട്ടൊരു ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല. അങ്ങനെയുള്ള മക്കളുണ്ട് ഈശോയെ. നിസ്സാര കാര്യങ്ങളോടത്ത് വിഷമിക്കുന്ന വല്ലാതെ കൂടുതൽ വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവരെയും സമർപ്പിച്ച് കർത്താവേ നിൻ്റെ വിശുദ്ധമായ രക്തം ഇങ്ങനെയുള്ള എല്ലാ മക്കളും തളിക്കണേ പ്രാർത്ഥിക്കുന്നു. അപസ്മാര രോഗികൾ, എപ്പിലെപ്സി രോഗികൾ, ഓട്ടിസം രോഗികൾ, കർത്താവ് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ന്യൂറോട്ടിക്കായിട്ടുള്ള രോഗങ്ങളുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ സഹിക്കുന്ന മാതാപിതാക്കന്മാർ, അവരെ ചുമന്നുകൊണ്ട് നടന്നും കർത്താവെ കുഞ്ഞുങ്ങൾ കാണിക്കുന്ന ഉപദ്രവങ്ങൾ കാരണം ഈ കുഞ്ഞൊന്ന് മരിച്ചെന്ന് കളഞ്ഞെന്ന് വിചാരിച്ചിരിക്കുന്ന അത്രയും വിഷമിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് ഈശോയെ. ആരോട് പറയാൻ, ആരും താങ്ങാനില്ല. പ്രസവിച്ചവരും വളർത്തിയവരും തന്നെ അതിനുള്ള ഏറ്റവും വലിയ ബലിയാടുകളായി വല്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. അവരൊക്കെ നീ കൈവിടരുത് അമ്മേ. ഒന്നെങ്കിൽ അവർക്ക് ശക്തി കൊടുക്കണം, അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മൾ തീരുമാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ കുരിശെടുത്ത് മുന്നോട്ട് പോയിട്ട് ദൈവരാജ്യത്ത് പ്രവേശിക്കാൻ വേണ്ടി അവർക്ക് ആന്തരികമായ സ്വർഗീയമായ ബോധ്യങ്ങൾ കൊടുക്കണം. ഭാഗോടമ്പടി നടക്കാത്തതിൻ്റെ പേരിൽ ചേട്ടാനന്മാർ കലഹവും ഭിന്നതയുമായിട്ട് ക്രിസ്മസ് പോലും കർത്താവെ ക്രിസ്മസ് അല്ലാത്തവരുണ്ട്. അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു മനുഷ്യൻ പരിശുദ്ധമേ ദേവമാതാവേ, ലോകത്തിൻ്റെ കരുത്തെ നിൻ്റെ കൈകളിലേക്ക് ഈ മക്കളെല്ലാം സമർപ്പിക്കുന്നു. നീ ഇന്നവർ താങ്ങണം, അവിടെ കൂടെ പോകണം. എവിടെയെല്ലാം പോകുന്നുണ്ടോ അവിടെ അവർക്ക് വേണ്ടി നീ നിൽക്കണം. ഓ വക്കീലായ അമ്മേ, അഡ്വക്കേറ്റായ അമ്മേ, അവർക്ക് വേണ്ടി വാദിക്കണമേ. കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.